ഹലോ ഗൈസ്, നിങ്ങൾ ഇന്ന് ടൈറ്റിലിൽ കണ്ട പോലെ ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ വിത്ത് ഓഡിയോ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഫ്ലോസും പോരായ്മകളൊക്കെ ഈ വീഡിയോയ്ക്കകത്ത് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ഡെഫിനറ്റ്ലി മേക്ക് ഇറ്റ് ബെറ്റർ എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ആദ്യമായിട്ട് എന്നെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ വരയ്ക്കാനും മുറിക്കാനോടുള്ള ഇൻട്രസ്റ്റ് എന്നിലുണ്ടായിരുന്നു. പിന്നെ ക്രാഫ്റ്റിൻ്റെ യൂട്യൂബ് ചാനൽ എന്നുള്ളത് എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ട് കുറച്ച് കാലങ്ങളായി. കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഒരു 1.5 കൊല്ലമായി. അത് എപ്പോൾ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മടി, സെക്കൻഡ് എൻ്റെ ഫിയർ. ഈ 2 ഫാക്ടേഴ്സാണ് എന്നെ ഹോൾഡ് ഓൺ ചെയ്ത് വെച്ചത്. 2024 ഒക്ടോബർ ആയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കരുതി, നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് പൂട്ടാനുള്ളതല്ല എന്നുള്ളത്. ബട്ട് അത് നമ്മൾ പ്രാവർത്തികം ആക്കേണ്ടതാണെന്നുള്ളതും കൂടെ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എല്ലാ ധൈര്യവും സംഭരിച്ച് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ റെഡിയായി. എക്സാക്ട്ലി സ്പീക്കിംഗ് 24 ഒക്ടോബറിനാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ വോയിസ് റെക്കോർഡിങ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണമെന്നാണ് കരുതിയത്. പക്ഷേ അപ്പോഴും എൻ്റെ ഫിയർ എന്നെ സ്റ്റോപ്പ് ചെയ്തു. ഇത് ശരിയാവോ ഇല്ലേന്നൊക്കെയുള്ള കൺഫ്യൂഷൻ എന്നെ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ കരുതി മേ ബി ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഒരു ഓഡിയോ റെക്കോർഡിങ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. പക്ഷേ അത് ഇതുവരെയായിട്ട് നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2.5 മാസം കടന്നുപോയി. ഇനിയെങ്കിലും ഞാൻ എൻ്റെ ഫിയറിനെ ഓവർകം ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല എന്നുള്ള ബോധോദയം എനിക്കുണ്ടായത്. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഫിയർ ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് us ടുഗെദർ ട്രൈ ടു കം ഔട്ട് ഓഫ് ഇറ്റ്. ഈ 2025 നമ്മുടെ ഫിയർ ഫാക്ടേഴ്സ് വലുതല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ ഫിയർ ഫാക്ടേഴ്സിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരാനുള്ള ഒരു ഇയറായിട്ട് നമ്മൾ ഏറ്റെടുക്കാം. ആൻഡ് ഗൈസ്, ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെയും ക്രാഫ്റ്റ് റിലേറ്റഡുമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് തരാനുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ആകെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ലേറ്റസ്റ്റായിട്ട് മേടിച്ചിട്ടുള്ള ഫ്യൂ ക്രാഫ്റ്റ് സപ്ലൈസ് ആണ്. ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, നല്ല പേസ്റ്റൽ കളർ വെരി ബ്യൂട്ടിഫുൾ വാഷി ടേപ്സ് ആയിരുന്നു. സെക്കൻഡ് ഇറ്റ് വാസ് ലൈക്ക് വാട്ടർ കളർ ബ്രഷസ് ആയിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് തേർഡ് അതൊരു മിക്സ്ഡ് കളേർഡ് സീക്വൻസസ് ആയിരുന്നു, വെരി ഗ്ലിറ്ററി ആയിട്ടുള്ള സീക്വൻസസ്. പിന്നെ ഞാൻ കാണിച്ചത് മെറ്റാലിക് കളർ പാലറ്റ്. അതിൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു മെറ്റാലിക് കളേഴ്സിൻ്റെ ഒരു പാലറ്റ് വാങ്ങുക എന്നുള്ളത്. പിന്നെ പേപ്പർ ബ്ലേഡ് കട്ടറായിരുന്നു, മിനി സ്റ്റേപ്പിളേഴ്സ്, അത് കഴിഞ്ഞിട്ട് അഡ്ഹസീവ് ടേപ്സ്. അതാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അഡ്ഹസീവ് ടേപ്സ്. അതിൻ്റെ 2 കളറാണ് ഞാൻ മേടിച്ചത്, ഒരു പേർപ്പിളും ഒരു ഗ്രീനും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ദിസ് ഇസ് എ ഫ്ലവർ സ്റ്റിക്കർ, വെരി ബ്യൂട്ടിഫുൾ പേർപ്പിൾ കളറായിട്ടുള്ള ഫ്ലവർ സ്റ്റിക്കേഴ്സാണ്. നമ്മുടെ പലതരം ക്രാഫ്റ്റുകളിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ 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 പൂക്കളുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ സ്റ്റിക്കേഴ്സാണിത്. ഈ സ്റ്റിക്കേഴ്സ് നമ്മുടെ പല ഡെക്കോർസിലും അതുപോലെ തന്നെ ജേർണൽസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത്, നമ്മൾ വാട്ടർ കളറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്രഷ് ക്ലീൻ ചെയ്യാനുള്ള ചെറിയ വാട്ടർ ടബ്സാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ഹാൻഡി ആയിട്ടുള്ള വൈറ്റ് കളേർഡ് വാട്ടർ ടബ്സാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്ലൈമാണ്. വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് സ്ലൈം, അല്ലേ? പക്ഷേ ഈ സ്ലൈം ബേസിക്കലി ക്ലീനിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന സ്ലൈമാണ്. ലൈക്ക് കീബോർഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇടയിൽ കൈയൊന്ന് എത്തി നമുക്ക് വൃത്തിയാക്കാൻ പറ്റാത്ത സാധനങ്ങൾ വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു സ്ലൈമാണിത്. ചെറിയ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതുകൊണ്ട് എന്ത് ക്രാഫ്റ്റ് ചെയ്യാം നമുക്ക് ആലോചിക്കാം. ഇനി നെക്സ്റ്റ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇറേസർ ആൻഡ് ഷാർപ്നർ സെറ്റാണ്. എന്തിനാ ഇത് മേടിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ വെറും ഇതിൻ്റെ ക്യൂട്ട്നെസ്സിന് വേണ്ടി മാത്രമാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാണിച്ചതൊക്കെയാണ് ഞാൻ റീസെൻറ്റ് പാസ്റ്റിൽ മേടിച്ചിട്ടുള്ള എൻ്റെ ക്രാഫ്റ്റ് സർപ്രൈസ്. ഈ മേടിച്ച സാധനങ്ങളും അതുപോലെ തന്നെ ഈ കൊച്ചു വീഡിയോയും ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് അൺടിൽ ദെൻ ബൈ.